കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഗ്രേവി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ബാച്ചിലേഴ്സിനും എല്ലാവർക്കും വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് കുറഞ്ഞ ചേരുവകൾ വെച്ച് ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ ഗ്രേവിയാണ് കേട്ടോ. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. സൂപ്പറാണ്. അതിനായിട്ട് ആദ്യമായിട്ട് കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു. പിന്നെ വേണ്ടത് കുറച്ച് പെരിഞ്ജീരകം, വലിയ ജീരകമില്ലേ, അതും ഒരു ബേ ലീഫും 2-3 ഗ്രാമ്പൂ, 2 ഏലക്ക, ഒരു പട്ട, ഇത്രയും കൂടി നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ചിക്കൻ്റെ അളവിനനുസരിച്ച് കൂട്ടിയെടുക്കണം കേട്ടോ. ഇത് 500 ഗ്രാം ചിക്കനാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അതിനുള്ളതാണ് ചേർത്തിട്ടുള്ളത്. നല്ലൊരു ഫ്ലേവറായിരിക്കും ഇതൊക്കെ ചേർക്കുമ്പോൾ. ഇനി 2 വലിയ സവാള നൈസായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നൈസായിട്ട് തന്നെ അരിഞ്ഞിട്ട് വേണം കേട്ടോ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. എരിവ് നല്ലോണം ഉള്ളതായിക്കോട്ടെ കേട്ടോ. മുളക് പൊടിയൊക്കെ കുറച്ചിട്ടാൽ മതിയല്ലോ. 3 എരിവുള്ള പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരല്പം ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടിയാണ് ചേർത്തത്. കുറച്ച് അത്യാവശ്യം അധികം കറിവേപ്പില ഒന്ന് പിച്ചിയൊക്കെ ഇട്ടാൽ നല്ലൊരു ഫ്ലേവറൊക്കെ വരും. അറിയാലോ എല്ലാവർക്കും. ഇത്രയും ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത്തിരി ഉപ്പൊക്കെ ചേർത്ത് വഴറ്റാറുണ്ട് അല്ലേ എല്ലാവരും. ഇനി വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. സവാള ഒന്ന് വഴന്ന് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചതച്ചതായാലും മതി. അരച്ച് പേസ്റ്റ് ആക്കണമെന്നൊന്നുമില്ല. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിലോ സിമ്മിലോ ഇട്ടിട്ട് ശ്രദ്ധിച്ച് നല്ലപോലെ വഴറ്റിയെടുക്കണം. നൈസായിട്ട് അരിഞ്ഞാലേ ഇതൊക്കെ ഗ്രേവിയിലേക്കൊക്കെ അലിഞ്ഞ് ചേരുള്ളൂ. ഇനി പഴുത്ത വലിയ 2 തക്കാളിയാണ്. നല്ല പഴുത്ത തക്കാളി ആയതുകൊണ്ട് തന്നെ ഞാനിത് അരക്കുകയൊന്നും ചെയ്തിട്ടില്ല, പേസ്റ്റ് ഒന്നും ആക്കിയിട്ടില്ല. അതേപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പേസ്റ്റ് ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. നന്നായിട്ട് വഴറ്റിയെടുക്കണം. കൂട്ടുകാരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ. നല്ലപോലെ വഴന്ന് വരുന്നുണ്ട് കേട്ടോ. എണ്ണയിലേക്ക് അങ്ങ് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. നല്ല ഫ്ലേവറുണ്ട്. നല്ലപോലെ വഴന്ന് കിട്ടണം. ഇനി നമുക്ക് കഴുകി വെച്ച വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 500 ഗ്രാം ചിക്കൻ ചെറിയ പീസുകളാക്കിയിട്ട് ഇടണം. പെട്ടെന്നൊക്കെ വെന്തൊക്കെ കിട്ടും. വലിയ പീസുകളാക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. വീണ്ടും നമുക്കിതൊന്ന് വഴറ്റിയതെല്ലാം ചിക്കനിലേക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പം നമുക്ക് സിമ്മിലിടണം. ഇനി കുറച്ച് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും. എരിവൊക്കെ അവരവരെ ഇഷ്ടം പോലെ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് അല്പം പോലും ഞാൻ വെള്ളമൊന്നും ചേർക്കണില്ല. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഈ സമയം ഉപ്പും കൂടി ചേർക്കണം. ചിക്കനിലേക്ക് പിടിക്കാനും ഗ്രേവിയിലേക്കുള്ളതും കൂടി ഒന്ന് കണക്കാക്കി ഇടാം കേട്ടോ. ഫസ്റ്റിലേ ഇട്ടെങ്കിലല്ലേ ചിക്കനിലൊക്കെ ഉപ്പ് പിടിക്കുള്ളൂ. നല്ലപോലെ ഇളക്കിയിട്ടുണ്ട്. അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ വഴന്നതൊക്കെ അവിടെ കിടന്ന് കരിയും ഈ ചിക്കനൊക്കെ വെന്ത് വരുമ്പോഴേ. അതുകൊണ്ടാണ് ഇങ്ങനെ നല്ലപോലെ ഇളക്കണം എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. അല്പം പോലും വെള്ളം ഞാൻ ഈ സമയം ചേർത്തിട്ടില്ല കേട്ടോ. എല്ലാവരും കണ്ടതല്ലേ, ചിക്കനിലെ വെള്ളം തന്നെ ഇറങ്ങി വരും. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കൂ. കണ്ടില്ലേ, ചിക്കൻ കഴുകിയപ്പോഴുള്ള വെള്ളം തന്നെ ഇറങ്ങി വന്നിട്ടുണ്ടാവും. കണ്ടില്ലേ. ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. കുക്കിംഗ് അറിയുന്നവർക്ക് ഇങ്ങനെ കേൾക്കേണ്ട ആവശ്യമില്ല. നോക്കൂ, വീണ്ടും നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടാൽ മതി. ഒരു 10 മിനിറ്റൊക്കെ അങ്ങനെ കിടന്ന് വേവട്ടെ കേട്ടോ. കുക്കറിലൊന്നും ഇട്ടിട്ട് ഒറ്റയടിക്കൊന്നും വേവിക്കണ്ട. ഇനി നമുക്കതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. കുറച്ച് ചിക്കൻ മസാല, വറുത്ത് പൊടിച്ച മല്ലിപ്പൊടി, ഒരല്പം കുരുമുളക് പൊടിയും വേണമെങ്കിൽ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത്രയും മതി. ഇനി വീണ്ടും നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേണം. വെള്ളമൊന്നും വറ്റിപ്പോകണ്ട, അടിയിലൊന്നും പിടിക്കണ്ട. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ആവശ്യത്തിനുള്ള ഗ്രേവിക്കുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഒരു വലിയ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഞാൻ ചേർത്ത് കേട്ടോ. ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ, ഓപ്ഷണലാണ്. സാധാരണ മുളക് പൊടി ചേർത്താലും മതി. നോക്കൂ, വീണ്ടും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചിക്കനിലേക്ക് പിടിക്കട്ടെ, ഗ്രേവിയൊക്കെ നല്ല ടേസ്റ്റായിട്ട് വരട്ടെ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി കുറച്ച് ചൂടുവെള്ളമാണ്. നമുക്ക് ആവശ്യമുള്ളത്ര ചൂടുവെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗ്രേവിക്ക് ഒന്ന് വെന്ത് കുറുകി വരുന്ന രീതിയിലാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. വീണ്ടും ഒരു 5 മിനിറ്റ് നേരം വെച്ച് കഴിഞ്ഞപ്പോൾ
കാശ്മീരി ചില്ലി പൗഡറിൻ്റെയും തക്കാളിയുടെയും ഒക്കെ കളറാണ് കേട്ടോ. സ്പൈസി അല്ല, പാകത്തിന് എരിവേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. സൂപ്പർ ഗ്രേവിയാണ് കേട്ടോ. വീണ്ടും ഒരു 2 മിനിറ്റ് നേരം കൂടി ഞാനൊന്ന് അടച്ചു വെച്ചു, തിളപ്പിച്ചോ. സ്റ്റൗ ഓഫ് ചെയ്തു കേട്ടോ. ചിക്കൻ ഗ്രേവി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ആവശ്യമുള്ളവർക്ക് കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. വേണ്ടവർക്ക് കുറച്ച് മല്ലിച്ചപ്പൊക്കെ ചേർക്കാം കേട്ടോ. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഗ്രേവി ഇതാ റെഡിയായി. എല്ലാവരുടെയും അഭിപ്രായം പറയണം. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ.